അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നാമൊക്കെ നരകമോചനത്തിനു വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഈ സമയം ഗൾഫ് നാടുകളിലൊക്കെ ഖിയാമുൽ ലൈൽ എന്ന പേരിൽ രാത്രി നിസ്കാരം നടക്കുന്നു. അതിൻ്റെ വിശദീകരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി നമസ്കാരങ്ങളിൽ പലപ്പോഴും ഇഅ്തിദാല്, റുകൂഅ്, സുജൂദ് ഇവയിലെല്ലാം സാധാരണ നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ സമയം ഇമാമ് ചെലവഴിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ സന്ദർഭത്തിൽ നാം എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്ന് പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആദ്യമായി ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് അത്യാവശ്യം തരക്കേടില്ലാത്ത രൂപത്തിൽ നീണ്ട സൂറത്ത് ഓതണം. ഖിയാമുൽ ലൈൽ എന്നാണ് പറയുന്നത് തന്നെ. അതായത് രാത്രിയിലെ നിസ്കാരം, നൃത്തമാണ് ഏറ്റവും കൂടുതൽ നീട്ടേണ്ടത്. അതിനുശേഷം ഇമാം റുക്കൂഇലേക്ക് പോയി കഴിഞ്ഞാൽ റുക്കൂഇൽ പ്രാർത്ഥിക്കേണ്ട കുറേ പ്രാർത്ഥനകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ആദ്യമായി റുക്കൂഇലും സുജൂദിലും പ്രാർത്ഥനയാണ് വേണ്ടത്, ഖുർആൻ ഓതാൻ പാടില്ല എന്ന ഒരു ഹദീസ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും വന്നത് മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പുണ്യ നബി പറഞ്ഞു, അലാവ ഇന്നി നുഹീതു അൻ അഖ്റഅ അൽ ഖുർആന റാകിഅൻ ഔ സാജിദൻ. സുജൂദിലും റുക്കൂഇലുമായി കൊണ്ട് ഖുർആൻ ഓതുന്നതിനെ ഞാൻ നിരോധിച്ചിരിക്കുന്നു, ഞാൻ വിലക്കിയിരിക്കുന്നു. ഫഅമ്മർ റുകൂഉ ഫഅല്ലിമു ഫീഹി റബ്ബ അസ്സ വജല്ല. റുകൂഇൽ നിങ്ങൾ റബ്ബിനെ തഅലീം ചെയ്യുക, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി തഅലീം ചെയ്യുക. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ദിക്റുകളുണ്ട്. റുക്കൂഇൽ മാത്രം ചൊല്ലണമെന്ന് വന്ന ചില ദിക്റുകൾ, റുക്കൂഇലും സുജൂദിലും ചൊല്ലാൻ വന്ന ദിക്റുകൾ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. വഅമ്മ സുജൂദു ഫജ്തഹിദു ഫിദ്ദുആഇ ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും. സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് പരിശ്രമിക്കുക, ദുആ ചെയ്യുക കൂടുതലായിക്കൊണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ കൂടുതൽ സൗകര്യമുള്ളതാണ്. ഒരു കാര്യം ഓർക്കുക, സുജൂദിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മലയാളത്തിൽ, അറബിയല്ലാത്ത ഭാഷയിൽ പറയരുത്. മനസ്സുകൊണ്ട് ഏതു ഭാഷയിലും പ്രാർത്ഥിക്കാം. നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ അത് എങ്ങനെയായാലും അറബിയെ പറ്റൂ. എന്താണ് അറബി ഭാഷയോട് ഇത്ര സ്നേഹം? അറബികൾക്ക് മാത്രമേ പറ്റൂ എന്നതല്ല ചോദ്യം. നമ്മുടെ നിസ്കാരത്തിൽ നാം ചെയ്യുന്ന ദിക്റുകളോ എല്ലാം അറബി ഭാഷയാണല്ലോ. ഇപ്പം നിസ്കാരം ഒരു ഇബാദത്താണ് എന്ന നിലക്ക് നിസ്കാരത്തിനകത്ത് പുറത്ത് ജായിസ എന്ന കാര്യങ്ങളൊന്നും ജായിസാകൂല. അതുകൊണ്ട് അറബി ഭാഷയിൽ മാത്രമേ നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവൂ. മനസ്സുകൊണ്ട് ഏതു ഭാഷയിലും പ്രാർത്ഥിക്കാം. ഇനി റുക്കൂഇൽ ഏതൊക്കെ പ്രാർത്ഥനയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്? നമുക്കൊക്കെ അറിയാം. ഫഅല്ലിമു ഫീഹി എന്നാ പറഞ്ഞത്, അള്ളാഹുവിനെ തഅലീം ചെയ്യാൻ. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത് 3 പ്രാവശ്യമാണ് നാം സാധാരണയായി ചൊല്ലാറുള്ളത്. ഇതിലെ ഏറ്റവും അഫ്ളലായ രൂപം 11 പ്രാവശ്യം ചൊല്ലല. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 11 പ്രാവശ്യം ചൊല്ലുക. അതോടൊപ്പം റുക്കൂഇൽ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ വന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സംഇ വബസരി വമുഖി വഅളമി വഅസബി. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ റുക്കൂഅ് ചെയ്തു. വബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വലക അസ്ലംതു, നിനക്ക് ഞാൻ കീഴൊതുങ്ങി. ഖശഅ ലക സംഇ വബസരി വമുഖി വഅളമി വഅസബി, എൻ്റെ ശരീരത്തിലെ കേൾവിയും കാഴ്ചയും എൻ്റെ മജ്ജയും മാംസവും എല്ലും എല്ലാ ഭാഗങ്ങളും നിനക്ക് താഴ്മ ചെയ്തുകൊണ്ടാണ് റബ്ബേ ഈ റുക്കൂഅ് ചെയ്യുന്നത് എന്ന ഒരു പ്രാർത്ഥന. പുണ്യനബി റുക്കൂഇൽ പ്രാർത്ഥിച്ചു എന്ന് മഹാനായിരിക്കുന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഇമാം മുസ്ലിം ഹദീസ് നമ്പർ 771 ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് റുക്കൂഇൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇൽ അളമ. ഈ പ്രാർത്ഥനയും പുണ്യ റസൂൽ റുക്കൂഇൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇനി റുക്കൂഇൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ സുജൂദാണല്ലോ. സുജൂദിലുള്ള പ്രാർത്ഥന എന്തൊക്കെയായിരുന്നു? ക്ഷമിക്കണം, എഴുത്തിദാലിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? നമുക്കൊക്കെ അറിയാം. നാം ഷാഫിഈ മദ്ഹബുകാർ സാധാരണയായി പ്രാർത്ഥിക്കാറുള്ളത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന നീണ്ട പ്രാർത്ഥനയാണ്. എന്നാൽ മറ്റു മദ്ഹബിലെ പലരും റബ്ബനാ ലക്കൽ ഹംദു എന്ന ചെറിയ പ്രാർത്ഥന,
അല്ലെങ്കിൽ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് എന്ന പ്രാർത്ഥന എല്ലാം ഹദീസിൽ വന്നതാ. ഇതിൻ്റെയൊക്കെ കൂടെ ഇമാമിൻ്റെ റുക്കൂ നീളം കൂടുതലാണെങ്കിൽ അഹ്ലസ്സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅതൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഈ ഒരു പ്രാർത്ഥന കൂടി പുണ്യ റസൂൽ ഇഅ്തിദാലിൽ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഇമാം അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പോൾ റുക്കൂഇൽ പുണ്യ റസൂൽ, ഇഅ്തിദാലിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇനി റുക്കൂഇലും സുജൂദിലും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കുറച്ച് പ്രാർത്ഥനകളും ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്നെ ഞാൻ പുകഴ്ത്തുന്നു, അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണേ. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വേറൊന്ന്, സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ഇത് നമ്മൾ വിത്തറിൻ്റെ ശേഷമൊക്കെ ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ്. പുണ്യ റസൂല് ഈ പ്രാർത്ഥന റുക്കൂഇലും സുജൂദിലും പ്രാർത്ഥിച്ചിരുന്നുവെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ റുക്കൂഇലും സുജൂദിലും കൂടി വന്ന പ്രാർത്ഥനകളാണിത്. ഇതുമാത്രമല്ല, ഇനിയും വലിയ കുറേ പ്രാർത്ഥനകളുണ്ട്. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പ്രാർത്ഥനകൾ പറയുകയാണ്. ഇനി സുജൂദ് ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയുടെ ഉറവിടം. അഖ്റബുമാ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ എന്നാണ് ഹദീസ്. ഒരു അടിമ തൻ്റെ സൃഷ്ടാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം അത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സുജൂദിൽ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിബന്ധനയൊക്കെ പാലിച്ചുകൊണ്ട് പുണ്യ റസൂൽ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ അത് 11 പ്രാവശ്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 11 പ്രാവശ്യമാണ് അഫ്ളലായ രൂപം. ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു. റുക്കൂഇൽ പറഞ്ഞ പ്രാർത്ഥനയിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്താണ്? അല്ലാഹുമ്മ ലക റകഅതു എന്നായിരുന്നു അവിടെ. ഇവിടെ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. മഹാനായിരിക്കുന്ന അലിയുൻ കറമല്ലാഹു വജ്ഹു അദ്ദേഹത്തിന് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മഹാനായിരിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അതും ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇതും നമ്മൾ നാട്ടിൽ വിത്തറിന് ശേഷമൊക്കെ പ്രാർത്ഥനയിൽ കണ്ടിട്ടുള്ളതാ. ഹദീസിൽ അങ്ങനെയും വന്നതുകൊണ്ടാണ് സുജൂദിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നും ഹദീസുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, റുക്കൂ ആയാലും സുജൂദ് ആയാലും ഇഅ്തിദാലായാലും ഖിയാമുൽ ലൈലിൻ്റെ സമയത്ത് നീണ്ടുപോകുന്നത്, ആ സമയത്തൊക്കെ ചെയ്യേണ്ട കുറേ പ്രാർത്ഥനകളും ദുആകളും ഉണ്ട്. അപ്പോൾ നമുക്കറിയുന്ന പ്രാർത്ഥനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുക. തസ്ബീഹാണെങ്കിലും തഹ്ലീലാണെങ്കിലും ഒക്കെ. അങ്ങനെ ഈ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചുകൊണ്ട്, അല്ലാത്തവർ അറിയുന്ന ദുആ ചെയ്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സുജൂദിൽ മലയാളത്തിൽ നമ്മൾ നാവുകൊണ്ട് ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് നിസ്കാരം ബാത്തിലാക്കി കളയരുത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന സ്നേഹവസിയത്തോടെ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.